അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഈ സവോള എല്ലാം കണ്ടത്തോണ്ട് വെട്ടിക്കെട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത് വെച്ചാൽ ഒരു അടിപൊളി ഒരു കറിയാണ് സംഭവം ചെയ്യുന്നത്. പച്ചക്കറികൾ അധികമൊന്നും നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് ഉള്ളി ഉണ്ടെങ്കിൽ സവോള ഉണ്ടെങ്കിൽ അടിപൊളി ഒരു കറി റെഡിയാക്കി എടുക്കാം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ നമ്മളിത് ഇവിടെ ചീനച്ചട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ തട്ടിക്കൂട്ടി ഇതിന്റെ അകത്തിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം. ഈ എന്താ പറയുന്നത്, എണ്ണ വെളിച്ചെണ്ണ വേണേലും എടുക്കാം, സൺഫ്ലവർ ഓയിൽ. നമ്മൾ ഏത് എണ്ണ സാധാരണ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ എണ്ണ തന്നെ എടുത്താൽ മതി. ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പൊ ഇവന്മാരൊന്ന് പൊട്ടിയിട്ട് വേണം നമുക്ക് ബാക്കി നമ്മുടെ കലാപരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഈ ഉള്ളിക്കറി എന്ന് പറഞ്ഞില്ലേ, ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഉള്ളിക്കറി അല്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് നമ്മൾ കുറച്ച് വേറെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഉള്ളികളും ഉണ്ട്. അതെ, ഇത് നമ്മൾ മറ്റേ മുട്ടയൊക്കെ ഓംലെറ്റ് ഒക്കെ അടിക്കാൻ വേണ്ടി അരിയത്തില്ല, അതുപോലെ കുഞ്ഞായിട്ട് അരിയുക. അപ്പൊ ഇത് നമ്മൾ 2 ഉള്ളിയോളം അരിഞ്ഞിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് വഴറ്റിയെടുക്കാം. അതാണ് നമ്മുടെ പരിപാടി. ഇത് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വേണം നമുക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി കിട്ടും. 1 നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കാവേ, കാരണം ഇത് വഴലാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ കറിയുടെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പല്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് എന്താ പറയുക, ഒരു മീഡിയം ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാതെ. നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, ഇത് നല്ല ഗോൾഡ് ബ്രൗൺ ആയിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ശരി നമ്മുടെ വെളുത്തുള്ളിയാണ്. അല്ലി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടുകയും ചെയ്യും. ഒരുപാടൊന്നും വേണ്ടത് സാധനം. അപ്പൊ ഇനി അതിന്റെ കൂട്ടത്തിൽ നമ്മള് ഒരു ചെറിയ 2 തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. ആ തക്കാളിക്കും കൂടെ ചേർത്ത് കൊടുക്കാവേ. അത്യാവശ്യം നന്നായിട്ട് പഴുത്തതാണ്, ചെറുതായിട്ട് അരിയണേ. അപ്പൊ പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടുക എന്നുള്ളത്. ഈ വഴറ്റുന്ന ഒരു സമയമാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ എളുപ്പമുള്ളൊരു പരിപാടിയുണ്ട്. ഇത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ചോറിലൂടെ ചപ്പാത്തിയിലൂടെ ഒക്കെ അടിപൊളി സാധനം. ചപ്പാത്തിയോട് അടിപൊളി കോമ്പിനേഷൻ. ചപ്പാത്തി, പൂരി അങ്ങനെയുള്ള സാധനങ്ങൾ. ചപ്പാത്തി ഒക്കെ കൊണ്ടുപോകുന്നവരുണ്ടല്ലോ, ജസ്റ്റ് സാധനം പെട്ടെന്ന് ചീത്തയാകുന്നില്ലേ സാധനം. അപ്പൊ ഈ തക്കാളി ഒന്ന് റെഡിയാക്കാം. അപ്പൊ അത് നമുക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് ഇളകി കൊടുത്താൽ മതി. നമ്മുടെ തക്കാളി നന്നായിട്ട് വഴന്ന് അത്യാവശ്യം എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് അടുത്ത നമ്മുടെ ഐറ്റം ചേർത്ത് കൊടുക്കാവേ. നല്ല തൈരാണ്, നല്ല കട്ട തൈരാണ്. പക്ഷെ അധികം പുളിയില്ലാത്ത തൈരാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ തൈര് അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് തീ ഒന്ന് ചെയ്തിട്ട് എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് ഇളക്കാം. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഈ തൈര് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ പൊടി ആദ്യം ഇട്ട് അങ്ങ് ഇതാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിന് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പൊ ഇതിൻ്റെ കൂടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി, കാശ്മീരി. കാശ്മീരിയും സാധാരണ കൂടെ കൂട്ടിയതാണ്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള എരിവും കിട്ടും, നല്ല കളറും കിട്ടും. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടുണ്ട് യോജിപ്പിക്കുക. നല്ല ആ തൈരൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ മീഡിയം തീയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് ചൂടായി കിട്ടണം. അപ്പൊ ആ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ നല്ലതായിട്ടൊന്ന് ഇപ്പൊ തന്നെ വെളി തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മള് ചെറിയ ഒരു എണ്ണ ഇങ്ങനെ നമുക്ക് മേളിൽ കാണുന്നതല്ലേ, ഇതുവഴി ഇങ്ങനെ മേളില് നമുക്ക് എണ്ണ കാണാം. അതാണ് ഒരു പരുവം. ആ പരുവം ആകുമ്പോ നമുക്ക് ഇനി നമ്മള് മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാതെ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഉണ്ടല്ലോ, നമ്മൾ മറ്റേത് സ്വല്പം വലുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്, ഒരുപാട് അങ്ങ് ചെറുതായി പോകണ്ട.
അപ്പൊ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റാൻ ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നോക്കിയിട്ടുണ്ട്. നോക്കിയിട്ട് ഇടുക കേട്ടോ. ഇപ്പൊ നമ്മൾ എടുക്കുന്ന തൈരിന്റെ പുളിയും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഉപ്പ് ഇടുന്നത് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയുണ്ടല്ലോ, റെഡിയാക്കി ഇത് സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്തെടുക്കാവേ. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ചേർത്തെടുക്കാം. ഇനിയിപ്പോ തീ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒത്തിരി അങ്ങ് കൂട്ടണം കേട്ടോ. എന്നിട്ട് നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു വെക്കണം. കാര്യം നന്നായിട്ടൊന്ന് വെന്തിരിക്കണം. അപ്പൊ അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ അത് വെന്തിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പൊ നമ്മൾ കറി നന്നായിട്ട് വെട്ടിത്തിളച്ച് അത്യാവശ്യം എന്താ പറയുക ഒന്ന് കുറുകെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരുപാട് ഇനി ഇളക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങ് ടെക്സ്ചർ വിട്ടു. അപ്പൊ നമ്മൾ ആ ഒരു വലിയ വലിയ കഷ്ണങ്ങളാക്കി ഇട്ടേക്കുന്നില്ല, ഊരി വരും. അപ്പൊ അതാണ് അതിന്റെ ഒരു രസം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഏറ്റവും അവസാനം കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് വലിയ ഐറ്റം ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. ചെറിയൊരു ആ ഒരു ടേസ്റ്റിന് മാത്രം ഇട്ടാല്. അപ്പൊ സ്റ്റവ് ആണ് ഓഫ് ചെയ്യും. ഇനി നമ്മൾ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ മല്ലിയില. അപ്പൊ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ്. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാല് ചപ്പാത്തിക്കും പൂരിക്കുമാണ് അടിപൊളി ടേസ്റ്റ്. റൊട്ടി എന്ത് സാധനത്തിനാണെങ്കിലും സംഭവം സെറ്റപ്പ് ആയിട്ട് കിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാവരുടെ വീടുകളിലുള്ള സാധനമാണല്ലോ ഇത് ഈ സവോള വെച്ചിട്ട് ഒരു പ്രാവശ്യം ഇത് തയ്യാറാക്കി നോക്കിയോ, പിന്നെ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കോളൂ. ഒരു സംശയമില്ല കാര്യത്തിൽ. കാര്യം അതുപോലത്തെ ടേസ്റ്റ് ആണ് സാധനം. നല്ല ടേസ്റ്റ് ആണ് സാധനം. അപ്പൊ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായവും പിന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് കമന്റ് എഴുതുക. പിന്നെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തു. പിന്നെ നമ്മുടെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഓളെന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക. പിന്നെ ഷെയർ ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. അപ്പൊ അടുത്ത വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.